ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എലിഫന്റ് ബീച്ചിൽ വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ള സീ വാക്കിംഗ് എന്ന ഒരു വാട്ടർ സ്പോർട്സ് ഐറ്റത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. പാരാസൈലിംഗ് സ്നോർക്കലിംഗ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളങ്ങനെ സീ വാക്കിങ്ങിനായിട്ട് പോയിട്ടുള്ളത്. ആ സമയത്ത് നമുക്ക് ഫോൺ കയ്യിൽ കരുതാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ആ പോകുന്ന ദൃശ്യങ്ങളൊന്നും തന്നെ എടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ പറയാം. ഇവിടെ നിന്ന് ഒരു ബോട്ടിൽ കയറിയിട്ട് കുറച്ച് ദൂരെ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ സീ വാക്കിംഗ് നടക്കുന്നത്. അങ്ങനെ അവിടെ എത്തി അവിടെ നമ്മൾ ഹെൽത്ത് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് അവർ കുറച്ച് ട്രെയിനിങ്ങുകൾ തന്നു. വലിയൊരു ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് നമ്മൾ കടലിനടിയിലൂടെ നടക്കുന്ന ഒരു വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റിയാണ് സീ വാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 കിലോളം വെയിറ്റ് വരുന്ന ഒരു ഹെൽമെറ്റാണ് നമ്മുടെ തലയിലോട്ട് വെക്കുന്നത്. അതിനുശേഷം നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ 3-4 കൈകൊണ്ടുള്ള സൈനുകളൊക്കെ പഠിപ്പിച്ച് തന്നു. അതിനുശേഷം അവിടുന്ന് വന്നിട്ടുള്ള ഷൂ ഒക്കെ ഇട്ട് നമ്മളങ്ങനെ കോണിപ്പടി ഇറങ്ങി കടലിനടിയിലേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ കടലിനടിയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ തലയിലേക്ക് ഈ 40 കിലോ വെയിറ്റുള്ള ഹെൽമെറ്റ് അങ്ങ് വെച്ച് തരും. ആ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിലായതുകൊണ്ട് ഇതിന് വെയിറ്റ് ഒന്നും അറിയാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ ഹെൽമെറ്റിനകത്ത് ഓക്സിജൻ സപ്ലൈ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സാധാ പോലെ തന്നെ ശ്വസിക്കുകയും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ ഒരു കുഴപ്പമില്ല കേട്ടോ. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ 2 പേരായിട്ട് ഒരു ഇൻസ്ട്രക്ടറാണ് കൂടെ ഉണ്ടാവുക. അപ്പോൾ അവർ തന്നെ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. അപ്പോൾ അവർ തന്നെ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ എലിഫന്റ് ബീച്ചിൽ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് ഒരാൾക്ക് 3500 രൂപയാണ് വരുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റോളം നമുക്കിങ്ങനെ കടലിനടിയിൽ കൂടെ നടക്കുകയും ഈ മീനുകളൊക്കെ തന്നെ വളരെ അടുത്തായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അവരെടുത്ത് തന്നിട്ടുള്ള ഞങ്ങളുടെ വീഡിയോസാണ് കേട്ടോ കൊടുക്കുന്നത്. ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഒരാൾക്ക് 3500 രൂപയാണ് വരുന്നത്. അതിനകത്ത് തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും തന്നെ ഈ സീ വാക്കിംഗ് ഒക്കെ ചെയ്ത ശേഷം നമ്മൾ തിരിച്ച് എലിഫന്റ് ബീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ടൈം ആകെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് ആകെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. കാരണം നമ്മുടെ ഫെറി കിട്ടുമോ എന്നുള്ളത് നമുക്ക് ആകെ ഡൗട്ടായിരുന്നു. ഈ ഓട്ടപ്പാച്ചിലിടയ്ക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എലിഫന്റ് ബീച്ചിൽ നിന്ന് റെൻറ്റിനെടുത്ത ഡ്രസ്സായിരുന്നു ഇത്. പക്ഷേങ്കിൽ അത് നമുക്ക് തിരിച്ച് കൊടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് നമ്മൾ റെൻറ്റിനെടുത്ത പൈസ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്ട്രാ പൈസ നമ്മൾ ഈ ഡ്രസ്സിനെ കൂടെ കൊടുത്തിട്ടാണ് കേട്ടോ വന്നത്. കാരണം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സമയം നമുക്ക് ഒട്ടുമില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് നമ്മൾ ബോട്ടിൽ തിരിച്ച് ഹാവലോക്ക് ഐലൻഡിലേക്ക് എത്തേണ്ടതുണ്ടായിരുന്നു. ആ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ഫെറി എടുക്കാൻ നിൽക്കുമായിരുന്നു. ആ സമയത്താണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ കുറച്ച് വൈകിയതിൻ്റെതായ കുറച്ച് ചീത്തയൊക്കെ നമുക്ക് കേട്ടു. എന്നാലും നമ്മൾ ഏതായാലും കയറി കഴിഞ്ഞു എന്നുള്ളൊരു ആശ്വാസം. കാരണം ഇവിടെ ഫെറിയിലാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ അത് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നീടുള്ള പ്ലാനുകളൊക്കെ തന്നെ പൊളിഞ്ഞു. എല്ലാവരും നല്ല ഭംഗിയിൽ ഡ്രസ്സ് ഇരിക്കുമ്പോൾ നമ്മളതെല്ലാം നനഞ്ഞളിഞ്ഞ ഒരു വേഷത്തിലാണ് ഇതിനകത്ത് വന്ന് കയറിയത്. ആ സമയത്ത് എല്ലാവരും നോക്കുന്നത് കാണുമ്പോൾ ആകെ ഒരു നാണക്കേടൊക്കെ പോലെ തോന്നിട്ടോ. എങ്കിലും നമുക്ക് ഫെറി കറക്റ്റായിട്ട് കിട്ടിയല്ലോ, അതിനകത്ത് കയറിക്കൂടാൻ സാധിച്ചല്ലോ എന്നുള്ള വലിയൊരു സന്തോഷത്തിലാണ് കേട്ടോ. നമ്മൾക്ക് ഇന്ന് ഉള്ളത് ഗവൺമെൻറ്
ഫെറിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഞാനതിൽ ഈ ഗ്യാപ്പിൽ പോയി ഡ്രസ്സ് മാറ്റി. ഇനി 1.5 മണിക്കൂർ നമുക്ക് ഈ ഫെറിയിൽ യാത്രയുണ്ട്. നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഗവൺമെൻറ് ഫെറിയിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ. പ്രൈവറ്റ് ഫെറിനെ അപേക്ഷിച്ചിട്ട് ഗവൺമെൻറ് ഫെറിയിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ചൊക്കെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അത്ര വൃത്തിയൊന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ പ്രൈവറ്റ് ഫെറിനെ അപേക്ഷിച്ചിട്ട് ഗവൺമെൻറ് ഫെറിയിൽ റേറ്റും കുറവാണ് കേട്ടോ. പിന്നെ ഗവൺമെൻറ് ഫെറിയാണ് സത്യം പറഞ്ഞാൽ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ ഏറ്റവും പാട്. കാരണം കുറേ ട്രൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഗവൺമെൻറ് ഫെറിയിൽ ടിക്കറ്റ് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ കയറി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു, എല്ലാ സ്ഥലത്തൂടെ ഒക്കെ ഒന്ന് പോയി നടന്ന് കാണാം കേട്ടോ. അപ്പോൾ മേലെ ഇങ്ങനെ സീറ്റിലിരുന്നുകൊണ്ട് നമുക്ക് മേലെ ആണെങ്കിലും മാത്രമേ പുറത്തുള്ള ബീച്ചും കാര്യങ്ങളും കടലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഞങ്ങൾ AC ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ താഴെയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ആകെ അടഞ്ഞു മൂടി കിടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം മേലത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മളങ്ങനെ താഴെ വന്നിരുന്നു. ഒരു ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് നമ്മളങ്ങനെ ഹാവ്ലോക്ക് ഐലൻഡിൽ നിന്നും നീൽ ഐലൻഡിലേക്ക് എത്തിയിട്ടോ. നീൽ ഐലൻഡിലെ ജെട്ടിയിലേക്ക് അങ്ങനെ നമ്മുടെ ഫെറി അടുപ്പിക്കുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. അപ്പോഴേക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ ചരക്കുകൾ കയറ്റാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് വെച്ച് അവിടെ കണക്ട് ചെയ്ത് നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മൾ ഇറങ്ങിയിട്ട് വേണം ആ ചരക്കുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കയറിയിട്ട് അടുത്ത ട്രിപ്പ് പോകാനായിട്ട്. വൈകുന്നേരം ആയെന്ന് പറഞ്ഞാൽ നല്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ ഈ ജെട്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ അങ്ങ് ഇരിക്കാനൊന്നും ഒത്തിരി സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല നീല ബീച്ചാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് ഇവിടുന്ന് നമ്മുടെ ടാക്സി ഡ്രൈവറെ കണ്ടെത്തണം. അപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ പിന്നെ അവർ പേരെഴുതി വെച്ച ബോർഡൊക്കെ പിടിച്ചിട്ട് കുറേ പേര് വെളിയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പേരുള്ള ആളെ നമ്മളങ്ങനെ കണ്ടെത്തിയിട്ടോ. അങ്ങനെ കാറിലേക്ക് കയറാൻ പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു കാഴ്ചയാണ്. ഇതൊരു ടൂറിസ്റ്റ് കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് എല്ലാ നായ്കൾക്കും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയായിട്ട് തോന്നിയിട്ടോ. അങ്ങനെയും ചെയ്യുന്ന ചില മനുഷ്യരെ നമുക്ക് റെയർ കേസിൽ കാണാൻ സാധിക്കുമല്ലോ. അങ്ങനെ നമ്മളേതായാലും കാറിൽ കയറി അടുത്തതായിട്ട് പോകുന്നത് ലക്ഷ്മൺപൂർ ബീച്ച് 1ലേക്കാണ് കേട്ടോ. നമുക്കിന്ന് അവിടെ സൺസെറ്റ് കാണാനുള്ള ഒരു പ്രോഗ്രാമാണുള്ളത്. അങ്ങനെ നമ്മളേതായാലും അവിടെ എത്തി. അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് കാട്ടിലൂടെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ നേരത്തെ അങ്ങോട്ടാണ് ചെന്നത്. ബീച്ചിനടുത്ത് തന്നെ ഇതുപോലൊരു ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് ഇങ്ങനെ ഈ ചാറ്റ് മസാല ഐറ്റംസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. വൈകുന്നേരത്തിന് ശേഷമാണ് ഇവിടെ നല്ലതായിട്ട് ആക്റ്റീവ് ആയി തുടങ്ങുക കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. അപ്പോൾ ഫുഡിൻ്റെ കൂടെ തന്നെ ഇവർ സൈഡിലായിട്ട് കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മറ്റൊരു കച്ചവട തന്ത്രമാണ്. അങ്ങനെ നമ്മൾ ഏതായാലും കരിക്കും കുറച്ച് മാഗിയും അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വൈകുന്നേരം ആയതുകൊണ്ട് അതൊക്കെ അവിടെ തുടക്കത്തിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം നമ്മൾ തൊട്ടടുത്ത് തന്നെ ബീച്ചിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. വൈകുന്നേരം സൺസെറ്റ് കാണാനായിട്ട് ഇവിടെ ധാരാളം പേരുണ്ടായിരുന്നു. നല്ല തിരക്കുമായിരുന്നു. നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു ബീച്ച് ഏരിയ തന്നെയാണ്. നമ്മളങ്ങനെ ബീച്ചിൽ നിന്ന് ഇറങ്ങി കളിക്കുന്ന ഒരു ടീം അല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ സൈഡിൽ ഇങ്ങനെ കാഴ്ചയും കണ്ടെങ്കിൽ ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ മെയിൻ. ഏതായാലും ചെന്ന സ്ഥിതിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ലൊരു സൺസെറ്റൊക്കെ കണ്ട ശേഷം നമ്മളങ്ങനെ അവിടുന്ന് മടങ്ങുകയാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ ലക്ഷ്മൺപൂർ ബീച്ചിൽ നിന്നും അടുത്തതായിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. നീൽ ബഞ്ചാര എന്നുള്ളൊരു റിസോർട്ടിലാണ് നമുക്കിന്ന് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. റൂം അത്യാവശ്യം നല്ല റൂമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ചെന്ന് ഫ്രഷായി കുളിച്ചു. പിന്നെ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു സ്ഥലത്തെ ഫുഡിൻ്റെ മെനു ചോദിച്ചപ്പോൾ അത്രയായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമുക്ക് പുറത്ത് പോയി കഴിക്കാൻ വേണ്ടി നമ്മളതിൽ രാത്രിയിൽ നടന്ന് തൊട്ടടുത്തുള്ള മറ്റൊരു കടയിൽ ചെന്ന് കയറിയിട്ട് എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. രാത്രിയിലെ ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മളങ്ങനെ റൂമിലെത്തി. കാരണം നമുക്ക് നാളെ വേറെയും കുറേ ആക്ടിവിറ്റീസിനായിട്ട് വെളുപ്പിന് എണീക്കാനുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.